ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സിപിഐഎം പിന്തുണയോടെ ജനാധിപത്യ സംരക്ഷണ മുന്നണിക്ക് വിജയം. 11-അംഗ ഭരണസമിതിയാണ് വിജയിച്ചത്. ചേവായൂർ സഹകരണ ബാങ്ക് ചെയർമാനായി GC പ്രശാന്ത് അധികാരമേറ്റു. ജോഷില ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ജോഷില, രാവിലെ മുതൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇടതുമുന്നണിയുടെ കൂടി സഹകരണത്തോടെ ജനാധിപത്യ സംരക്ഷണ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? സിപിഐഎം പിന്തുണയോടെ ജനാധിപത്യ സംരക്ഷണ സമിതി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പുതുതായി അറിയിക്കാനുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹ്ലാദ പ്രകടനമാണ്. ജനാധിപത്യ സംരക്ഷണ മുന്നണി വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം. ഇത് പറയശ്ശേരി സ്കൂളിൽ നിന്നും ഇപ്പോൾ ചേവായൂർ ബാങ്കിലേക്ക് പോകുന്ന ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 11-അംഗ ഭരണസമിതി GS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ ഭരണസമിതി അധികാരത്തിൽ ഏറ്റിരിക്കുകയാണ്. ഇന്ന് തന്നെ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒറ്റ ദിവസം മാത്രമേ വിജയത്തെ എങ്ങനെ കാണുന്നു? അല്ല, സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്കെതിരെ വ്യക്തിഹത്യ നടത്തി തെരഞ്ഞെടുപ്പിൽ എല്ലാ മര്യാദകളും ലംഘിച്ച ഈ കോൺഗ്രസ് എന്ന് അഭിനയിച്ച് ഞങ്ങളെ പുറത്താക്കി അവഹേളിക്കാൻ ശ്രമിച്ചവർക്കെതിരെ സഹകാരികൾ നൽകിയ ഈ വിജയത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ്, അതായത് രണ്ട് പക്ഷമായി മാറുകയാണ് കോൺഗ്രസ് തന്നെ. അത് CPIM-ന്റെ പിന്തുണയോടുകൂടി വിജയിക്കുകയാണ് ഒരു വിഭാഗം. ഇത് K. സുധാകരൻ അടക്കം വളരെ വിവാദമായ പ്രസംഗം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അങ്ങനെ ഒരു സുധാകരന്റെ ഒരു വിവാദ പ്രസംഗത്തിന് ഏറ്റ തിരിച്ചടി എന്ന് കരുതുന്നുണ്ട്? ഒരു സംശയവുമില്ല. എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുള്ള K. സുധാകരൻ KPCC പ്രസിഡന്റിന്റെ മോശപ്പെട്ട പ്രസ്താവനയ്ക്കുള്ള തിരിച്ചടി തന്നെയാണിത്. ജനം എതിരാണ്. ആ പ്രസ്താവനയ്ക്ക് ജനം എതിരാണ്. കോൺഗ്രസിൽ നിന്നും ജനം അത് പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിനെ പുതിയ തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും സഭ്യമായ ഭാഷ ഉപയോഗിക്കാതെ വളരെ മോശപ്പെട്ടുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെയും ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെയുള്ള പ്രതികരണം തന്നെയാണ് ഇത്. ജനങ്ങൾ മോശക്കാരല്ല, ജനങ്ങൾ വിഡ്ഢികളല്ല. ശരി ജോഷില, വളരെ വ്യക്തമാണ്. രാവിലെ മുതൽ നാടകീയ സംഭവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത്. ഏറ്റവും ഒടുവിൽ ജനാധിപത്യ സംരക്ഷണ മുന്നണി CPM-ന്റെ കൂടി പിന്തുണയോടെ അവിടെ അധികാരത്തിലേക്ക് എത്തുകയാണ്. PB ജോഷില വിവരങ്ങൾ നൽകിയത്.